എല്ലാ ദിവസവും വെളുപ്പിന് എണീക്കുമെങ്കിലും അടുക്കളയിലോട്ട് ചില ദിവസം അങ്ങ് കയറാൻ മടി വരും കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് അങ്ങനെ അങ്ങോട്ട് സമയം പോകുന്നുള്ളതാണ്. അങ്ങനെ സമയം പോയൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത്. അപ്പോൾ നേരം വെളുത്തിട്ടൊക്കെയാണ് അടുക്കളയിൽ കയറിയത്. അപ്പോൾ രാത്രി ശർക്കര കുറുക്കി വെച്ചതാണ് ആദ്യം അരിച്ചൊഴിച്ചെടുത്ത് വെച്ചേട്ടോ. പഞ്ചസാരയുടെ ടേസ്റ്റ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഉപയോഗിക്കുന്നതായിരുന്നു ശർക്കര കേട്ടോ. ഇപ്പോൾ ഇവിടെയും ചായയിലൊക്കെ കൂടുതലും ശർക്കരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇന്ന് കടലയും വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കടലക്കറി ഇപ്പോൾ ഇക്കാക്ക് നിലവിൽ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളിങ്ങനെ ഉള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ടിട്ട് റോസ്റ്റ് പോലെ ആക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ പൊങ്ങ് വന്ന തേങ്ങയില്ലേ അതാണ്. അപ്പോൾ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാനിങ്ങനെ നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ വറുത്തൊക്കെ ഇടാമെന്ന് ഓർത്ത് എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ വെള്ളയപ്പം ചുടുന്നത് ഞാൻ എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തൂത്തിട്ട് ചുടുന്നതാണ് എനിക്ക് ടേസ്റ്റും ഇഷ്ടവും തോന്നിയിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വെള്ളയപ്പം ചട്ടി ആകുമ്പോൾ ഒരിക്കലും പോവില്ലല്ലോ. മറ്റേ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇടക്കിടക്ക് പോവും. നല്ല റേറ്റും കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അത് വാങ്ങാനായിട്ട്. ഈ വെള്ളം വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത് നമുക്കിവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പുളി കൊണ്ട് തന്നു കേട്ടോ. പുളി എന്ന് പറയുമ്പോൾ ചെമ്മീൻ പുളിയോ അങ്ങനെ എന്തോ ഒരു പുളി കേട്ടോ. എനിക്കെൻ്റെ പേര് കറക്റ്റ് ഒരിക്കലും ഓർമ്മ കിട്ടില്ല എത്ര കേട്ടാലും. അപ്പോൾ അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് സുറുക്കയും ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് തണുത്ത് കിട്ടും, ഉപ്പിലിടാലോ എന്ന് ഓർത്ത്. അപ്പോൾ ഇന്നിപ്പോൾ മട്ടൻ കറി ഉണ്ട്, കടലയുണ്ട്, ചമ്മന്തി ഉണ്ട്, ഇങ്ങനെ കുറേ സാധനമുണ്ട് കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ ഒന്നും ഇട്ടുണ്ടാവുകയില്ല, ഉണ്ടാക്കാനായിട്ട് മടിയും തോന്നും. അപ്പോൾ ശരിക്കും ചായ കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ വെള്ളമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ചമ്മന്തി ഞാൻ ഉണ്ടാക്കാൻ കാരണം ഇവിടെ ഉമ്മ വന്നു. ഉമ്മയുടെ കൂടെയുള്ള ചേച്ചി ഇനി കടല ഡ്രൈ ആയിട്ടുള്ളത് കഴിക്കുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പിലിടാനുള്ള വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറി നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മുടെ പുളി ഇതാണ്. ഇതിൻ്റെ പേരെന്നാണ് നിങ്ങൾ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഈ പുളി ഇവിടെ ആരും കഴിക്കില്ല, പക്ഷേ അയൽവക്കത്തുനിന്ന് ഒരു സാധനം കൊണ്ട് തരുമ്പോൾ വേണ്ടാന്ന് പറയണത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് ഞാനിവിടെ വാങ്ങി വെച്ചു. ആരെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാറുള്ള ചേച്ചിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും ചേച്ചി കൊണ്ടുപോകാൻ മറന്നു കേട്ടോ. അപ്പോൾ എന്നാൽ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇനി വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പിലിട്ടതാണ് കേട്ടോ.